ഹലോ, ഇന്ന് ഈ ക്ലിപ്പുകളുടെ ലുക്കൊന്ന് മാറ്റിയെടുത്താലോ? അതും വളരെ എളുപ്പത്തിൽ. അപ്പോൾ എങ്ങനെയാ, നിങ്ങൾ റെഡിയല്ലേ? അതിനാദ്യം ഇതുപോലൊരു റിബണാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു സൂചിയും നൂലുമാണ്. ഇനി എന്താ, തുന്നി തുടങ്ങുകയല്ലേ? അപ്പോൾ ഈ റിബണിൻ്റെ അടിവശത്ത് നിന്ന് നമുക്ക് തുന്നി തുടങ്ങാം. റിബണിന്റെ അറ്റം വരെ തുന്നിയെടുക്കണേ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പതുക്കെ ഇതുപോലെ എടുത്ത് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണേ. ഇനി എന്താ, ബാക്കി വന്ന നൂല് നമുക്ക് വെട്ടിക്കളയാം. ഇത്രേ ഉള്ളൂ. ഇനി എന്താ, കാര്യം സിമ്പിൾ. ഇതുപോലൊരു ക്ലിപ്പ് എടുക്കുക, അതിൻ്റെ മേലിൽ ലേശം ഗ്ലൂ തേക്കുക, അങ്ങോട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഐഡിയ കൂടി കണ്ടാലോ? അതിന് നമുക്ക് ഇതുപോലെ ഒരു നൂലും ഒരു പെൻസിലുമാണ് ആവശ്യം. ഇതുപോലെ ഒരു കഷ്ണം നൂലെടുത്ത് പെൻസിലിൽ ടൈറ്റ് ചെയ്ത് വെക്കാം. റബ്ബർ ബാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് കൊണ്ടോ നിങ്ങൾക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ സെല്ലോ ടേപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ മുകളിലും താഴെയും ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി വീണ്ടും നൂലെടുത്ത് ഇതുപോലെ പെൻസിലിൻ്റെ അറ്റത്തൊന്ന് നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സ്റ്റെപ്പ് നല്ലതുപോലെ ശ്രദ്ധിച്ച് ഇതുപോലെ ഓരോ കെട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 20 കെട്ടുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ കെട്ടും അടുപ്പിച്ചടുപ്പിച്ച് വേണം വയ്ക്കാൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ 20 റൗണ്ടും ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആവശ്യമില്ലാത്ത നൂല് വെട്ടിക്കളയാം. ഇനി നമുക്കിത് പതുക്കെ പെൻസിലിൽ നിന്നും റിലീസ് ചെയ്തെടുക്കാം. റിലീസ് ചെയ്തെടുക്കണേക്ക് മുന്നേ ഇതുപോലെ ഈ നൂലൊന്ന് കെട്ടി വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് നൂലുകൾ ഓരോന്നും നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടാം. ആദ്യം ഇതുപോലെ ഈ നൂല് കെട്ടിയതിന് ശേഷം ഉള്ളിലെ നൂല് കെട്ടിയാൽ മതി. അതുപോലെ നമുക്ക് 2 നൂലുകളും നന്നായി ടൈറ്റ് ചെയ്തെടുക്കാം.
ഈ ആവശ്യമില്ലാത്ത നൂലുകളൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലൊരു മുത്തുകൂടി വെച്ച് നമുക്കിതിനൊന്നുകൂടി ഭംഗിയാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇനി എന്താ, നേരത്തെ കണ്ടതുപോലെ ക്ലിപ്പ് എടുക്കുക, ഗ്ലൂ തേക്കുക, അതിലേക്കങ്ങ് ഒട്ടിച്ചു വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ രണ്ടാമത്തെ ക്ലിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബോ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ. അതിനിതുപോലെ ഒരു റിബൺ എടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി 2 വിരലുകളെയും റിബൺ ഉപയോഗിച്ച് ഒന്ന് ചുറ്റിയതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റിബണിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. ഇരുവശത്ത് കൂടെ ഇതുപോലെ വലിച്ചെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. നന്നായി ടൈറ്റ് ചെയ്ത് വേണം കെട്ടാൻ. അപ്പോൾ നമ്മൾ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ കയ്യിൽ നിന്നും അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നീളമെടുത്ത് ബാക്കി നമുക്ക് വെട്ടിക്കളയാം. ഇനി ഇതുപോലെ ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ഇതിനെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലൈഡിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതല്ലേ ഇവ 3ഉം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കൂടാതെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.